അതെ വേണ്ട നമ്മുടെ കാടാനെ നമ്മൾ 6 പൊരിച്ച് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അന്ന് ഓരോ കാടാനെ എടുത്തിട്ട് ഡാനിക്ക് കൊടുക്കണം. ഡാനി എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കി. ഡാനി ആദ്യം കഴിച്ചു നോക്കിയിട്ടുണ്ട്. വെൽക്കം ടു ജോ ഫാമിംഗ് ആൻഡ് കുക്കിംഗ്. നമസ്കാരം. നമ്മുടെ ഇന്ന് എന്നാ സാധനം ഉണ്ടാക്കണേ? കാട ഫ്രൈ. നിങ്ങൾ നമ്മളെ കുറേ ദിവസം ആൾക്കാർ ചോദിക്കുന്നത് കുക്കിംഗ് ഒന്നുമില്ല. കുക്കിംഗ് ഇടാറുണ്ടായിരുന്നു, കാരണം കഴിഞ്ഞ ദിവസം കൂടെ കുക്കിംഗ് ഇട്ടതല്ലേ. ഇന്ന് അപ്പോൾ നമ്മുടെ പഴയ കാടകളില്ലേ, ആദ്യത്തെ ബാച്ചിലെ കാടകളില്ലേ, അവർ മുട്ടയിടിയിലൊക്കെ നിർത്തി. അപ്പോൾ അതിൻ്റെ അകത്തൊരു 5-6 പിടിച്ചിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഇന്ന് ഞായറാഴ്ചയൊക്കെയാണ്, പണിയൊന്നുമില്ല, പറമ്പിലെ പരിപാടികൾ പച്ചക്കറി പറിക്കലൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ചിന് വേണ്ടി ഞാനും ഡാനിയുടെ കൂടി ഒരു 5-6 കാടനെ പിടിച്ച് പൊരിച്ചടിക്കാന്ന് വിചാരിച്ചു അല്ലേ. കൂടും എൻ്റെ കൂടെ ഫുള്ളായിട്ട്. അതേ കുറച്ച് കൂട്ടുകാർ വിളിച്ചൊന്നും കളിക്കാൻ പോവോ? ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങളത് ഇന്നൊരു നമ്മുടെ സാധാരണ മുളക് പൊടി ഒന്നും ഇടാണ്ട് നമ്മുടെ കാന്താരി മുളക്, കാന്താരി അല്ല, നമ്മുടെ കാന്താരി പോലത്തെ സെയിം തന്നെ, കാന്താരിന് വെള്ളെണ്ണ എരിവുള്ള മുളകുണ്ട് നമ്മുടെ കയ്യിൽ. ആ മുളക്, ഇഞ്ചിപ്പൊടി, വെളുത്തുള്ളിയും ചെറുനാരങ്ങയും മല്ലിയിലയും ഒക്കെ അരച്ച് പുരട്ടിയിട്ട് നമ്മളൊരു കാടാനെ വറുത്ത് എടുക്കാൻ പോവാണ്. അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നത്. വരാൻ പറ. വാ. Welcome to Joe Farming and Cooking. If you are new to our channel and not yet subscribed, please subscribe and press the bell icon for new video notification. Thank you for your support. നമ്മുടെ ഈ നിൽക്കുന്ന മുളകില്ലേ, വേണ്ട, നമ്മുടെ ഈ മുളകൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ കാന്താരിനെ വെള്ളണ സൈസ് മുളകുകളാട്ടോ. ഭയങ്കര എരിവ, ഒരാൾ തിന്നില്ല ഒരെണ്ണം, അത്തുകൂട്ട് എരിവ. ഇവനെ വെച്ചിട്ട് അരച്ചിട്ട് നമുക്കിന്ന് ഉണ്ടാക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അന്ന് ചിക്കൻ്റെ ഉണ്ടാക്കിയില്ലായിരുന്നു, അന്ന് ഗിയോർഗി ഉണ്ടായിരുന്നു. അന്ന് ആ എരിവ് അവന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയപ്പോൾ എരിവില്ലാണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി. വേണ്ട, നമ്മുടെ കാന്താരിയേക്കാൾ ഇച്ചിരി വലുതാണെന്നുള്ളൂ, പക്ഷേ കാന്താരിയുടെ എരിവ നല്ല എരിവ. അപ്പോൾ ഞാൻ ഇവനെ പറിച്ച് എടുത്തിട്ട് എന്താ ഒരു 5-8 പറിച്ചിട്ട് നമുക്ക് ഇവനെ അരച്ചിട്ട് നമുക്ക് വറക്കാം കേട്ടോ. നമ്മുടെ കാടക്കുഞ്ഞുങ്ങൾ നിൽക്കണുണ്ടോ? ഇതിൻ്റെ അകത്തുണ്ടോ? ഇത് ഈ നിൽക്കണമൊക്കെ കണ്ടോ? ഇതൊക്കെ നമ്മുടെ ആദ്യത്തെ ഇതുണ്ട്. ഈ സുന്ദരന്മാരായിട്ട് നിൽക്കുന്നതല്ല നമ്മുടെ പുതിയ ആൾക്കാരാണ്. ഇതിൻ്റെ അകത്ത് ആദ്യത്തെമാരെ നമുക്ക് പിടിച്ചിട്ട് നമുക്ക് 2-3-4-5-6 പിടിച്ച് വറക്കാം. ഇത് കണ്ട, ഞാൻ അതിൻ്റെ അകത്തുനിന്ന് നോക്കി പിടിച്ചെടുക്കട്ടെ കേട്ടോ. പഴയ ആൾക്കാരെ നോക്കിയിട്ട് മരം പിടിച്ചെടുക്കാം കേട്ടോ. ഉണ്ട്, അതിനെ ഞാൻ കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. നമുക്ക് ക്ലീൻ ചെയ്തിട്ട് മസാല പറഞ്ഞ് ഞാൻ കാണിച്ചു തരാവേ. അരയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചേണമെന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇഞ്ചി കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇഞ്ചിയുടെ പൊടി കിട്ടിയതുണ്ടോ? ഇഞ്ചി പൊടി കിട്ടി. ഞാനൊരു ഫുള്ള് വെളുത്തുള്ളി എടുത്തു. പിന്നെ അതെ ഒരു ചെറുനാരങ്ങ, നമ്മുടെ കാന്താരി പച്ചമുളകല്ലേ, പച്ചമുളക്, ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രം, ഇതിൻ്റെ കൂടെ ഇത്തിരി മല്ലിയില ഇങ്ങടെ ചേർത്തിട്ട് അരച്ചിട്ട് നമ്മൾ പരട്ടിയിട്ടാണ് അത് വറുത്തെടുക്കുന്നത് കേട്ടോ. കാടതേ നമ്മളല്ല ക്ലീൻ ചെയ്ത് അടിപൊളിയായിട്ടതേ ഇതിൻ്റെ അകത്തേക്ക് ഇതേ ചേരണ്ട 2, 3, 4, 5, 6 കാട. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചേർന്ന് കാണിച്ച മസാലയില്ലേ, ആ മസാല നമ്മൾ എന്താ ഇതിടയ്ക്കിടയ്ക്ക് ഓട്ടോ ഫ്രെയിം പോകുന്നുണ്ടല്ലോ ക്യാമറയിൽ, ബ്ലഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. വേണ്ട, അതിൻ്റെ അകത്തേക്ക് ഇത് നമ്മുടെ മസാല കൂടെ തട്ട, നമ്മൾ അരച്ച് വെച്ച മസാലയില്ലേ ഇതണ്ട, അവനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ മസാല അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് തട്ട. നല്ല എരിവോട്ടോ ആ മസാലയ്ക്ക്. ഞാൻ ടേസ്റ്റ് വയ്ക്കുക. ശരിക്കും നമ്മുടെ തേങ്ങാ ചമ്മന്തിയൊക്കെ ഇല്ലേ അതുപോലെ ഉണ്ടായിരുന്നു. പുതിന ഇട്ടില്ല, മല്ലിയിലയും ഇതെല്ലാം കൂടെ കൂട്ടി അരച്ചിട്ട് നല്ല വെളുത്തുള്ളിയും ഇഞ്ചിപ്പൊടിയും ചെറുനാരങ്ങയും ഇതും കൂടെ കൂടി അരച്ചതാണ്. ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് മരെല്ലാവരെയും കൂടെ അങ്ങോട്ട് പുരട്ടി എടുത്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടൊരു 1/2-3 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇതിനെ എടുത്ത് അങ്ങ് പൊരിക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിത് റെഡിയാക്കിയത് മസാല എല്ലാം എടുത്തിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ കേട്ടോ. നമ്മുടെ മസാലക്കകത്ത് അവൻ അങ്ങോട്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കണം കേട്ടോ. പിന്നെ അങ്ങോട്ട് ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ അങ്ങ് ഇരിക്കട്ടെ കേട്ടോ.
ഇതിൻ്റെ അകത്ത് മസാലയൊക്കെ ശരിക്കും ഒന്ന് പിടിച്ചു വരട്ടെ. എല്ലാവരും നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടല്ലേ വളർക്കണം. നമ്മൾ ഇത്തവണ വെറൈറ്റി ആയിട്ട് കാന്താരി മുളകും കാന്താരി മുളകും വെളുത്തുള്ളി ഇഞ്ചിയും ചെറുനാരങ്ങ നീരും മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നത്. നമുക്കിത് ഞാൻ ഉണ്ടാക്കിയിട്ട് പറയാം കേട്ടോ. സൂപ്പറായിരിക്കും. അല്ലാണ്ട് തന്നെ പറയാനാ, കാന്താരിയുടെ എരിവും അതൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും കണ്ടോ. നമ്മുടെ കാട ഫ്രൈക്കുള്ള നമ്മൾ കണ്ടോ തീ അങ്ങോട്ട് കത്തിച്ചു. ഡാനി ചട്ടി എടുത്തോണ്ടോടാ. ഇന്ന് ഡാനിയാണ് എന്നെ ഫുൾ ഫ്ലെഡ്ജിൽ നിർത്തിയേക്കണേ. നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രം കേട്ടോ. നമ്മുടെ വൈഫിൻ്റെ കലാവിരുത് കാരണം സൈഡ് മൊത്തം നല്ല ഭംഗിയായിട്ടിരിക്കണതൊക്കെ നോൺ സ്റ്റിക്ക് പോയിട്ട് ഇപ്പം സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. പുതിയ സാധനങ്ങളൊന്നും മേടിച്ചില്ലായിരുന്നു. പുതിയ സാധനങ്ങൾ മേടിക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വീട് പണി നടക്കണമായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, വീട് പണി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വേണം പുതിയ എല്ലാ പുത്തൻ സാധനങ്ങളും മേടിക്കണം. കാരണം വീട് പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാം ഇപ്പം തേഞ്ഞു. ഞാൻ കിച്ചണൊക്കെ സെപ്പറേറ്റ് ചെയ്തു. ജിപ്സം കാട്ടനൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുക. മേളിൽ ജിപ്സം കാട്ടനൊക്കെ വെച്ചുകൊണ്ടിരിക്കണുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പുതിയ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് ഞാൻ പുതിയതായിട്ടൊന്നും മേടിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ പഴയ പാത്രത്തിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യണേ. ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിത് ഇതിങ്ങനെ ഈ എണ്ണ അതൊക്കെ കഴിഞ്ഞതൊക്കെ ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ളതല്ലേ, ഇത്തിരി കൂടുതൽ എണ്ണ വെച്ച് കൊടുക്കാം നമുക്ക്. അത് മുങ്ങിക്കിടക്കാൻ പാത്രം എണ്ണ. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഇതുണ്ടോ നമ്മുടെ കാന്താരി മുളകൊക്കെ അരച്ച് വെച്ചതേ നന്നായിട്ട് പിടിച്ചു വെച്ച് 4 മണിക്കൂർ കൂടുതലായി. നന്നായിട്ട് അത്യാവശ്യം നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവനെ നമുക്ക് രണ്ടതുണ്ട് പിടിച്ചിട്ട് നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് എണ്ണ അങ്ങോട്ട് തിളച്ച് വന്നേ ഉള്ളൂ. രണ്ടുപേരെ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് വറുത്തെടുക്കാം. ഇവിടെ കിടന്നങ്ങോട്ട് മുറിഞ്ഞ് വരട്ടെ കേട്ടോ. നമ്മുടെ എണ്ണക്കകത്ത് വേണ്ട എണ്ണ ശരിക്കും ഇപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ചൂടായി. ഇതാകുമ്പോൾ എണ്ണക്കകത്ത് കിടന്ന് അങ്ങോട്ട് പൊരിയണ നോക്കിയേ. പിന്നെ അങ്ങോട്ട് പൊരിഞ്ഞങ്ങോട്ട് വരണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വരട്ടെ. അപ്പോൾ അങ്ങോട്ട് 3 പേരെ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓർമ്മ എന്താ ഇരിക്കണൊക്കെ കാലൊക്കെ കയറ്റി വെച്ചിട്ട് ഭയങ്കര സ്റ്റൈലായിട്ടിരിക്കുന്നു. ഇത് ഡീസൻ്റായിട്ടിരിക്കുന്നു. ഇതും ഡീസൻ്റായിട്ടിരിക്കുന്നു. ഇത് കാലൊക്കെ കയറ്റി വെച്ചിട്ട് ഇരിക്കുന്നു. മരം മൊരിഞ്ഞ് വരട്ടെ. നമ്മുടെ മുളക് പൊടി ഒന്നും ചേർക്കാത്തതുകൊണ്ട് കളറൊന്നും വന്നിട്ടില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സത്യം ഞാൻ ഇത് ഇടയ്ക്ക് ഉണ്ടാക്കണം. കാന്താരി മുളകും ഇതെല്ലാം കൂടെ അരച്ചിട്ട് നല്ല പ്രത്യേക ടേസ്റ്റായിരിക്കും. നമ്മളെപ്പോഴും നാട്ടിലെ മുളക് പൊടിയൊക്കെ പറ്റി കഴിക്കണമല്ലേ, അതിനെപ്പോലെ ഒന്നല്ല ഇത്. ഇന്ന് കഴിച്ചു നോക്കേണ്ട ടേസ്റ്റ് തന്നെ കേട്ടോ. ഉണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലോ പയ്യെ കുത്തി കൊടുത്തതെന്നുണ്ടോ. ഇങ്ങനെ കുത്തി കൊടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അത്തുന്നുണ്ടോ വെള്ളം തെറിക്കുന്നുണ്ടോ, നല്ല മുരിഞ്ഞുണ്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല നീറ്റായിട്ട് മൊരിഞ്ഞ് വരാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ട്. കാരണം അതിൻ്റെ ഉള്ളിക്കോടൊക്കെ ശരിക്കും എണ്ണ കയറി നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ട്. ഇവിടെ കുത്തി കൊടുത്ത് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് വെള്ളം ചടിയുന്നുണ്ടോ. ആ കുത്തണ ഭാഗത്ത് വയ്ക്കുക. അതുണ്ടോ നന്നായിട്ട് മുരിഞ്ഞ് വരാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് കൊണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ സ്കിന്ന് കളയാണ്ട് ഫുള്ളായിട്ടല്ലേ ഇട്ടേ. ഇങ്ങനെ ഇടുന്നത് നല്ലതാണ്. ഓക്കെ, നമ്മുടെ കാടക്കുട്ടന്മാരിതേ ഗോൾഡൻ ബ്രൗണിൽ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് വേണ്ട മാരെ ഞാൻ പയ്യെ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ. എല്ലാവരും പറയും എന്തിനാണ് ഈ പറമ്പിലിരുന്ന് വീട്ടിലെ സ്ഥലം ഉണ്ടായിട്ട് പറമ്പിൽ പോയിരുന്നു കുക്ക് ചെയ്യണമെന്നൊക്കെ ചോദിക്കും എപ്പോഴും. അന്ന്
ഈ പറമ്പിലിരുന്ന് കുക്ക് ചെയ്തിട്ട് കഴിക്കുക എന്ന് പറയുമ്പോഴല്ലോ അതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൻ്റെ ഒരു വീട്ടിലെല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന് അതൊക്കെ പറമ്പിലൊക്കെ വീട്ടിലിരുന്ന് അടുക്കളയിരുന്ന് കുക്ക് ചെയ്യണതിൻ്റെയൊക്കെ കാലം എന്ത് രസം, എന്ത് സന്തോഷമാണെന്നറിയോ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കുക്ക് ചെയ്യണത്. ഭയങ്കര രസമുള്ളൊരു കാര്യം അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത 3 എണ്ണത്തിനാണ് ഞാനിങ്ങ് വറുത്തെടുക്കട്ടെ കേട്ടോ. അതെ വേണ്ട, നമ്മുടെ കാടാനെ നമ്മൾ 6 എണ്ണത്തിനത് പൊരിച്ച് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അന്ന് ഓരോ കാടാനെ എടുത്തിട്ട് ഡാനിക്ക് കൊടുക്കണം. ഡാനി എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കി. ഡാനി ആദ്യം കഴിച്ചു നോക്കിയിട്ട് ഡാനി പറയട്ടെ. അടിപൊളി, മുളകിന്റെ ഫ്ലേവർ. നീ കഴിച്ചു നോക്കാതെ. അപ്പൊ അത് മസാല പറ്റി വെക്കതല്ല, മുളക് പൊടി, നല്ല പച്ചമുളകിന്റെ ഫ്ലേവർ. പച്ചമുളകിന്റെ പോലെ ഉണ്ടോ? കഴിച്ചു നോക്കി. വേണ്ട, ഞാനതിൻ്റെ ഒരു കാല് നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞിട്ടില്ലെന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സാധനം എടുത്തിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടിയൊക്കെ പറ്റി വറക്കണേക്കാളും നല്ല അടിപൊളി ടേസ്റ്റാണ്. ആടാ നല്ല മുളകിന്റെ ഫ്ലേവർ. ക്യാമറമാൻ അവിടെ കിടന്ന് ക്യാമറമാൻ കൊടുക്കാത്ത തരാൻ വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ രണ്ടുകൂടെ കഴിക്കാനായിട്ട് ക്യാമറമാൻ അവിടെ കിടന്നിട്ട് എനിക്ക് തന്നു തരാം. അടിപൊളി ടേസ്റ്റാണോ, അടിപൊളി ടേസ്റ്റ്. ഒന്നും പറയാനില്ല. എല്ലാവരും പറഞ്ഞത് ഒന്നും പറയാനില്ല. അടിപൊളി സെറ്റ്. നമ്മുടെ വേറെ ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചിയില്ലേ, നമ്മുടെ ഫ്രഷ് ഇഞ്ചിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ ടേസ്റ്റ് കൂടിയനായിരുന്നു. വേറെ ഒന്നുമില്ല. ഞാൻ ഇതിനു മുമ്പ് കോഴിയും ഒക്കെ അതുപോലെ വറുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും മുളക് പൊടിയല്ല, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുനാരങ്ങ, ഈ സാധനങ്ങൾ മാത്രം അരച്ച് പരട്ടി ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ടായിരുന്നു. പരട്ടി വറുത്ത് നോക്കിയോ, സൂപ്പറാണ്. നോക്കിയോ ഉറപ്പായിട്ടും. നമ്മൾ കഴിക്കാൻ വന്നിരുന്നപ്പോൾ തൊട്ട് നമ്മുടെ ഒരാൾ വന്നിരിക്കണത് താഴേക്കണോക്കി. ഉന്തേ വേണോ? ഇതാ അടുത്ത ആൾ വന്നു. കുഞ്ഞി വാ, 2 പേരും കൂടെ വന്നിട്ടുണ്ട്. 2 പേർക്കും കൂടി ഒരേ കാലിൻ്റെ ഇത് കൊടുക്കാം. എന്താ ഒരാൾക്ക് എന്നാ കുഞ്ഞി അങ്ങോട്ട് പോയി അവിടെ പോയിരുന്ന് കഴിച്ചോ. ഇത് നമ്മുടെ ആ കോഴിപ്പട എവിടെ നിന്ന് വന്നേ? അതെ, ഞങ്ങളിത് പോയിരുന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടാ. അപ്പോൾ എല്ലാം പറഞ്ഞു നിൽക്ക്. ഞങ്ങൾ എല്ലാവരും പറഞ്ഞു കുക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടാണ്. നമ്മുടെ ഓർഗാനിക്, നമ്മുടെ സ്വന്തം ഫാമിലി നമ്മൾ സ്വന്തമായിട്ട് വളർത്തിട്ട് കാടാനെ നമ്മൾ ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ കണക്ക് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരത്തേക്ക് ബൈ. എല്ലാവരുടെയും സപ്പോർട്ടിന് എല്ലാത്തിനും താങ്ക് യു. നമ്മളിത് 5000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോകും. 5000 അത്ര ആയുള്ളൂ. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം. ഇത് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. എല്ലാം അങ്ങനെ മുന്നോട്ട് പോയി വലുതാവണം. മില്യൺ അടിക്കണ്ടേ? എല്ലാവരുടെയും ചാനലുകാരും മില്യൺ വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. നമുക്ക് വേണ്ടേ എല്ലാവരും കാണുന്നവരും. അപ്പം മറക്കാണ്ട് നമ്മുടെ ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാം പറഞ്ഞാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ. Thanks for watching. Please subscribe to our channel, press the bell icon for notification about new videos, like, comment, share and support.